ഗൈസ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അതേ രുചിയിലും ടേസ്റ്റിലും ഉള്ള പൊറോട്ട എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. പൊറോട്ട ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമ്മൾ 1/2 കിലോ മൈദയ്ക്കാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ, മാവ് പൊടി. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മൈദ, 1 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 മുട്ട, ബേക്കിംഗ് സോഡ. അത് ആവശ്യം സോഡയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എങ്കിലും കുറച്ചുകൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡയും കൂടി ഉപയോഗിക്കുന്നത്. പിന്നെ ഓയിൽ. നമ്മൾ ഇത് എല്ലാം കൂടി ഇൻഗ്രീഡിയൻസുകളെല്ലാം കൂടി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചെറിയ ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നന്നായിട്ട് സോഫ്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുക. എത്ര നന്നായിട്ട് കുഴയ്ക്കുന്നോ അത്രയും നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും പൊറോട്ട. നന്നായിട്ട് ഉരുട്ടി ഒരു ബോൾ പരുവത്തിൽ ആക്കി എടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഓയിൽ നന്നായിട്ട് കുറച്ച് പുരട്ടി വയ്ക്കുന്നത് നല്ലതായിരിക്കും, കുറച്ച് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഓയിൽ തിരുമ്മി വെച്ചതിന് ശേഷം ഒരു ബൗള് കൊണ്ട് മൂടി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആയിട്ടുണ്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി കത്തി കൊണ്ട് ഓരോ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഓരോ ബൗളുകളാക്കി ഇങ്ങനെ എടുക്കുക. മാവ് പൊടി കൊണ്ട് മൈദ കൊണ്ട് നമുക്ക് 16 ബോളുകൾ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വലിപ്പമുള്ളതൊന്നും അല്ല കേട്ടോ, ചെറിയതാണ്. നമ്മൾ ഇത് ബോളുകളാക്കി 1/2 മണിക്കൂർ ഇനിയും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. കുറച്ച് എണ്ണ കൂടി തറയും. റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ ബോളുകളെല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് പരത്തിയെടുക്കുക. ഒരു ചപ്പാത്തിക്കോല് വെച്ച് പരത്തുവാണെങ്കിൽ അത്രയും നല്ലതായിട്ട് നൈസായിട്ട് വരുന്നതായിരിക്കും. ആവശ്യത്തിന് നൈസായി വന്നിട്ടുണ്ട്. നന്നായിട്ട് നമ്മളൊരു കത്തി ഉപയോഗിച്ച് ഓരോ ലെയറുകളായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം 2 സൈഡിൽ നിന്ന് അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് പൊറോട്ട ചുട്ടെടുക്കുക. ചുട്ടെടുത്ത പൊറോട്ട നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എൻ്റെ വളരെ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു പൊറോട്ട ഉണ്ടാക്കി നോക്കണമെന്നുള്ളത്. അത്ര ശരിയായിട്ടൊന്നുമില്ല, എങ്കിലും നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ.